10 രൂപ കൊണ്ട് നമുക്കൊരു തീറ്റപ്പാത്രം ഉണ്ടാക്കാം. സിമെൻറ്റ് കൊണ്ടാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനം വന്നിട്ട് 4 ചിരട്ട മണലും 2 ചിരട്ട 2:2 ഇതിലാണ് നമ്മൾ സിമെൻറ്റും മണലും കുഴയ്ക്കുന്നത്. ഇത് നന്നായി കുഴച്ചെടുക്കണം. മോൾഡിങ് ആയിട്ട് യൂസ് ചെയ്യുന്നത് വന്നിട്ട് വീട്ടിലുള്ള 2 പഴയ പാത്രമാണ്. അതിനെ വെളിയത്തെ ഫ്രെയിമായിട്ട് യൂസ് ചെയ്യുന്നത് വെള്ളപ്പാത്രവും ഉള്ളിൽ ഫ്രെയിമായിട്ട് യൂസ് ചെയ്യുന്നത് മഞ്ഞ പാത്രമാണ്. അപ്പോൾ ഈ ഉള്ളിലത്തെ പാത്രത്തിന് വന്നിട്ട് നമ്മൾ ഓയിൽ തേച്ച് കൊടുക്കുക. അതേമാതിരി മഞ്ഞയുടെ വെളിവശവും വന്നിട്ട് ഓയിൽ തേച്ച് കൊടുക്കുക. ഈ ഓയിൽ തേച്ച് കൊടുക്കാനുള്ള ഉദ്ദേശം വന്നിട്ട് ഒട്ടാതിരിക്കാനാണ്. സിമെൻറ്റും മറ്റേ ഇൻസാനും കൂടി മിക്സ് ചെയ്ത് നന്നായി വെള്ളം ഒഴിച്ചിട്ട് ഇളക്കുക. പാകത്തിന് വെള്ളം ഒഴിച്ച് ഇളക്കുക. മിക്സ് ചെയ്തത് വന്നിട്ട് ആദ്യം നമ്മൾ അടിയിൽ ആദ്യം പരത്തി കൊടുക്കുക. നമ്മുടെ വെള്ള പാത്രമാണ് മോൾഡിങ് ആയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഒരുവിധം കനത്തിൽ പരത്തി കൊടുക്കുക. 1 ഇഞ്ച് കനമാകുന്ന ലെവലിൽ പരത്തി കൊടുക്കുക. അതിൽ ഇത്തിരി സിമെൻറ്റ് പൊടി വിതറുക. എന്നിട്ട് നമ്മുടെ മോഡലിംഗ് ആയിട്ടുള്ള ഉള്ളിൽ വയ്ക്കുന്ന പാത്രം വന്നിട്ട് അതിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് 1 ഇഞ്ച് ഗ്യാപ്പ് കിട്ടുന്ന രീതിക്ക് എല്ലാ ഭാഗവും കറക്റ്റായിട്ട് വരുന്ന രീതിക്ക് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഈ സൈഡ് വഴിക്ക് മട്ടി ഫില്ല് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗവും ഒരേമാതിരി വരുന്ന ലെവലിലേക്ക് മട്ടി ഫില്ല് ചെയ്ത് കൊടുക്കുക. മണൽ അല്പം മണലിൽ വെള്ളം ഒഴിക്കുക. ഇത് വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ്. നന്നായി സൈഡിൽ നിന്ന് പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം സൈഡിൽ നിന്ന് വടിച്ചു വിടുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഒന്ന് സിമെൻറ്റ് പൊടി ഇട്ടിട്ട് വീണ്ടും ഒന്ന് വറുത്തെടുക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം കുറച്ച് സിമെൻറ്റ് പൊടി വതറിയ ശേഷം ഒന്ന് ഇതേമാതിരി കരണ്ടിയിലൊന്ന് തേച്ച് കൊടുക്കുക. വെള്ളം തിളച്ച് മെല്ലെ തിരിച്ചെടുത്താൽ മെല്ലെ വരും. അത് ഇപ്പോൾ ഉള്ളിലെ മോഡലിങ് വന്നു. പിന്നെ അതിൽ നമ്മൾ മണൽ ഫില്ല് ചെയ്ത ശേഷം തിരിച്ചു പിടിച്ചിട്ട് മെല്ലെ തട്ടുക. ശേഷം എടുത്താൽ മതി. നമ്മളത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിത് കമത്തി വെച്ച ശേഷം നമ്മൾ മോൾഡിങ് മെല്ലെ കട്ടാക്കിയിട്ട് നമ്മൾ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ കിട്ടും. അതേമാതിരി ഇതങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞ് വെച്ചാൽ നമുക്ക് അടുത്തത് കയർ വെച്ച് യോജിപ്പിച്ച് അത് കെട്ടി യോജിപ്പിക്കുക. നമ്മൾ ഈ പാത്രം നമ്മൾ ഉണ്ടാക്കി അതിന് ഫിനിഷിങ് കമ്മിയാണ് എന്ന് തോന്നിക്കഴിഞ്ഞ് വെച്ചാൽ നമ്മൾ അതിൽ ഗ്രൗട്ട് തേക്കാനുള്ള ക്രമം നോക്കിയാൽ മതി. ഗ്രൗട്ട് നമ്മുടെ കരണ്ടിയിലോ ബ്രഷിലോ അങ്ങനെ എടുത്ത് അടിച്ചു കൊടുത്തു കഴിഞ്ഞ് വെച്ചാൽ അതിന് നല്ല ഫിനിഷിങ്ങും നല്ല ലീക്കും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കും. നമ്മുടെ ചിലവ് കമ്മിയായ 10 രൂപയുടെ തീറ്റപ്പാത്രം റെഡിയായിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതേമാതിരി ഒരു തീറ്റപ്പാത്രം വീട്ടിൽ സ്വന്തമായി ഒന്ന് ഉണ്ടാക്കി നോക്കുക.